മാറ്റിയിരിക്കുകയാണ്. ഈ RSCയുടെ ഭാഗമായി കോച്ചിങ്ങിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ശ്രീ രാജീവ് സാർ, ചെയർമാൻ, ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഈ 144 കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് I, as a sports person, do hereby solemnly pledge that I will never use any type of drugs myself, and that I will support my fellow players and schoolmates by setting an example and help them abstain from the use of drugs. I pledge that I will spread the benefits of being a sports person and guide unaware children towards a drugs-free life. I also pledge that I will get addicted to sports and not to drugs. Jai Hind. ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ, ഏറ്റവും ബഹുമാന്യനായ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സാറിനെയും ബഹുമാന്യനായ MP ശ്രീ ഹൈബി ഈഡനെയും ശ്രീ TJ വിനോദ് MLAയെയും ബഹുമാന്യനായ ചെയർമാനെയും ആദരവോടെ ക്ഷണിക്കുന്നു. Presenting silver coin. Citation by respected MP Haibi Eden. (2020) Olympic silver coin presentation വേണ്ടി ബഹുമാന്യനായ MLA ശ്രീ TJ വിനോദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം തന്നെ റീജിയണൽ സ്പോർട്സ് സെൻ്റർ നന്ദി പറയുകയാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒരുക്കിയത്. കാരണം വേറെ തന്നെ നമ്മളെവിടെ പോയാലും കൂടുതലും സ്പോർട്സുമായിട്ട് അതിൽ ബന്ധമില്ലാത്ത ആൾക്കാരുമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പം സ്പോർട്സിനും ഇതിനെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ഇരുന്നതിന് നമുക്ക് സന്തോഷമാണ്. ഇതിലൊക്കെ പറയുമ്പോൾ നമ്മളെന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ റീജിയണൽ സ്പോർട്സ് സെൻ്ററിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയുന്നത് ഫെലിസിറ്റേഷൻ ഫംഗ്ഷൻ ഒരുക്കിയ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. സാറൊക്കെ ആണെങ്കിലും കുറച്ച് നാളായിട്ട് പുറകിലുണ്ട്. കാച്ചു സാർ അതിനകത്ത് സ്പെഷ്യലായിട്ട് വിളിച്ച് പറഞ്ഞു. എത്ര തിരക്കൊന്നുമില്ല സാറ് പറഞ്ഞാൽ തിരക്കൊന്നുമില്ല. നമുക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഞാനെപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊക്കെ സ്പോർട്സ് സെൻ്ററിലൊക്കെ ഈയൊരു പോലെയാണ്. മുന്നിൽ അറിയും ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മുങ്ങിയൊരു സാധനമുണ്ട്. ഒരു
ചിറകൊക്കെ വെച്ചിട്ട് അത് അന്ന് രാത്രി ഒപ്പത്തുള്ളൂ, പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ചത്ത താഴത്ത് കിടക്കും. അപ്പം സ്പോർട്സ് സർക്കിൾ എപ്പോഴും ഇതുപോലെയാണ്. ഒരു മെഡൽ മേടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അടുത്ത 2 മാസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു ഫോർമർ പ്ലെയറാണ്, ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൻ്റെ പ്ലെയർ അല്ല, കളിയൊക്കെ നിർത്തി റിട്ടയർമെൻറ്റ് എടുത്ത് വീട്ടിലിരിക്കുന്നൊരു പ്ലെയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിലാണ് ഇപ്പം ഈ കിട്ടുന്ന ഫെലിസിറ്റേഷനും ബിസി ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുകയാണ്. അടുത്ത മാസം ഒന്നും ശ്രീജേഷ് ആരും ചോദിക്കുന്നുണ്ടാവില്ല. പക്ഷേ എന്തായാലും ഈ ഒരു ദിവസം ഈ ഒരു സന്ദർഭം നല്ലതാണ്. ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടികളോട് രണ്ട് കാര്യം ഞാൻ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എവിടെ പോയാലും അല്ലെങ്കിൽ എത്ര ട്രെയിനിങ് ചെയ്താലും ഞാൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഞാൻ എന്തിനാണത് ചെയ്യുന്നത്, വായി. എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്തിനാണ്. ഇപ്പം ഇവിടെ ഇരിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ പറയാം, നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്, അത് ബോർഡ് എക്സാം 10ാം ക്ലാസ് SSLC പാസ്സാണ് അല്ലേ, അല്ലെങ്കിൽ +2 പാസ്സാണ്. അപ്പം ഒരു ലക്ഷ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ എന്ത് ചെയ്താലും, സ്പോർട്സ് ചെയ്താലും, കലയിലാണെങ്കിലും പൊളിറ്റിക്കലാണെങ്കിലും, വൈ, ഞാൻ എന്തിനാണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ലക്ഷ്യം കിട്ടും, ഞാൻ എന്തിനാണ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് മതിയോ, ഇത്രയും ചെയ്താൽ മതിയോ, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടാൽ മതിയോ, ഇത്ര ഹാർഡ് വർക്ക് ചെയ്താൽ മതിയോ. ആ 2 ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാവും, ആ ലക്ഷ്യത്തിലേക്ക് പോകേണ്ട വഴി മനസ്സിലാവും. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും, സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും ഇനിയിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും, എഞ്ചിനീയറിംഗ്, ഡോക്ടറേറ്റ്, IAS ആണെങ്കിലും, നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്തിനു വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ അതാവാൻ പറ്റുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ഡെഫിനേഷൻ ഉണ്ട് ഹാർഡ് വർക്കിന്. കഴുതയും പണിയെടുക്കും, കുതിരയും പണിയെടുക്കും അല്ലേ. നമ്മൾ 2 പേരും ഹാർഡ് വർക്ക് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ കഴുതേനെ കുതിരേനെ വിളിക്കും, പക്ഷേ ഒരുപക്ഷെ കുതിരേനേക്കാളും കൂടുതൽ ഭാരം എടുക്കുന്ന കഴുതയായിരിക്കും. അപ്പം ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് പലപ്പോഴും നമുക്ക് സക്സസ് നമ്മുടെ കൂടെ വരുന്നത്. അപ്പം നമ്മൾ ചെറുപ്രായത്തിൽ നന്നായി പഠിക്കുക, നന്നായി കളിക്കുക, എൻജോയ് ചെയ്യുക ലൈഫ്. അതുപോലെ ഇന്നത്തെ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫെലിസിറ്റേഷൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഡ്രഗ്സ് അഡിക്ഷൻ ആവാൻ മെയിനായിട്ടുള്ള കാരണം നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് കുട്ടികൾക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പാടത്തും പറമ്പിൽ പോയി കളിക്കും. ഇന്നാകുമ്പോൾ TV-യുടെ മുമ്പിലാണ് കൂടുതൽ പേരിക്കുന്നത്. വേറെ പുറത്തുനിന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എൻ്റെ മക്കളെ കണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യമാണ്, അവർക്ക് മൊബൈൽ അല്ലെങ്കിൽ TV മതി. അപ്പം നിങ്ങൾ കൂടുതലും സ്പോർട്സ് ചെയ്യാൻ ശ്രമിക്കുക, ഏതെങ്കിലും ഒരു തരത്തിൽ എൻ്റർടൈൻമെൻറ്റ് ആവാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളെ തന്നെ സ്ട്രോങ് ആക്കും, നിങ്ങളുടെ ഹെൽത്തി ഒരു ശരീരം ഉണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും പറ്റും. അല്ലെങ്കിൽ ഏത് ഇവൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഹെൽത്തി ബോഡി ഉണ്ടെങ്കിലും ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റും. അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ സന്തോഷകരമായിട്ടൊരു ജീവിതം ഉണ്ടാകും. അതിന് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ അറിയിക്കുന്ന സ്പോർട്സ് സംഘടന ഈ ഒരു ഫെലിസിറ്റേഷൻ കേന്ദ്രപ്പെടുന്ന എല്ലാ ഭാരവാഹികളും നന്ദി പറയുന്നു. അതുപോലെ നിങ്ങളുടെ മിനിസ്റ്റേഴ്സ് ആണെങ്കിലും MP ആണെങ്കിലും MLA ആണെങ്കിലും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. Srijesh is showing us the Olympic medal which he has received. Let's all stand up and give a big round of applause for the effort.